ഇതൊക്കെ സൊസൈറ്റിയുടെ ഈ ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കുന്ന സൊസൈറ്റി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ടല്ലാതെ വേറെ എന്താ ഇത്? ഞാൻ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടൊരു അതിനുവേണ്ടിയുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സിനിമ എടുത്തു. അതിൻ്റെ അകത്ത് ലാലേട്ടൻ വന്ന് സഹകരിച്ചു, അതിൽ അഭിനയിച്ചു. അതിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. നല്ല വഴുക്കലുള്ള പാറേൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് കയറിയിട്ടൊക്കെ വന്ന ലൊക്കേഷൻസിലൊക്കെ വന്ന് പുള്ളി അഭിനയിച്ചു, അതിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്തു. ഈ വിമർശിക്കുന്ന ആൾക്കാർ എന്താ ചെയ്തത്? ജോൺസൺ മാഷ് അതിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ജോൺസൺ മാഷ് ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു, കുറച്ചാലായിട്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനതൊന്നും അറിയുന്നുമില്ല. എനിക്ക് അങ്ങനെ വലിയൊരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് പ്രശ്നമാണ്, അസുഖമാണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. ത്രൂ ഔട്ട് പോയിട്ട് കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. എന്തിനു വേണ്ടിയാണ് ഞാനതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ. അത് എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഡ്രൈവാണത്. അപ്പോൾ അതിപ്പോൾ ജോൺസൺ മാഷ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ മ്യൂസിക് ഡയറക്ടർ. എത്ര മ്യൂസിക് ഡയറക്ടർമാരുണ്ട്, എത്ര നല്ല നല്ല മ്യൂസിക് ഡയറക്ടർമാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള ഈ ഫോട്ടോ ആണ് അവനും അവൻ്റെ കസിനും ഒരു ചെറിയൊരു പെൺകുട്ടിയുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു ഫോട്ടോ ആണ് ഞാൻ ലാലേട്ടനെ ഇവരെ കാണിക്കുന്നത്, ഇവൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അവൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുവോ അവൻ അഭിനയിക്കുവോ ഒന്നും നമുക്കറിയില്ല. സത്യൻ സാറിന്റെ കൂടെയാണ് പിന്നെ വരുന്നത്. ആ രണ്ടെണ്ണം ലാലു സാറ് കഴിഞ്ഞിട്ട് സത്യൻ അന്തിക്കാട് സിനിമകൾ എന്നെപ്പോഴും നമ്മൾ പറയാറുണ്ട്. പുള്ളിയുടെ സിനിമകളുടെ ഒരു രീതിയും കാര്യങ്ങളും എങ്ങനെയാ ആ ഒരു കോമ്പിനേഷനിലേക്ക് വരുന്നത്? സത്യൻ സാറ് തന്നെ പറയായിരുന്നോ, അല്ലെങ്കിൽ ഒരു കഥയായിട്ട് ഉണ്ടാവുമായിരുന്നോ? അത് കോമ്പിനേഷൻ വരുന്നത് അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ആരായിരുന്നു, സുബൈറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞ ചിത്രം. അപ്പോൾ പുള്ളിയാണ് അങ്ങനെ ഒരു പടം ചെയ്യുന്നതിനെ പറ്റി ആദ്യം തന്നെ പ്രപ്പോസ് ചെയ്ത് വരികയും കാര്യങ്ങളൊക്കെ ചെയ്തത്. മനസ്സിനക്കരെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. മനസ്സിനക്കരയിലെ സീനുകളിൽ ഇപ്പൊ പലപ്പോഴും കോമഡി ആയിട്ട് മുണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ വല്ലാത്ത ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ എന്നൊക്കെ പറയുന്ന ട്രോളുകളായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കുറേ സിനിമകളുടെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം അതിനെ വേറെ മീനിങ്ങിലാണെങ്കിലും ട്രോളുകളായി യൂസ് ചെയ്യുന്നത് റൈറ്റർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, ഞാൻ കാണാറില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല ആ ട്രോളൊന്നും. എന്താണത്? മറ്റേ മരിച്ചു കിടക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ജയറാമേട്ടൻ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ചെയ്തൊരു സീനുണ്ടല്ലോ. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ വയ്യാത്ത സാധനമൊക്കെ കാണുമ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഒരു ഡയലോഗായി, വല്ലാത്ത ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ. ഇവരുടെ ഒരു ബസ്സിലെ സീന് ശരിക്ക് പുള്ളി മരിക്കുന്നതിന് മുന്നേ ആ ബന്ധം പ്രേക്ഷകരിലേക്ക് ഭയങ്കരമായി ഉറപ്പിച്ചു തരുന്നുണ്ട്. ഒരു കർത്താവിൽ ഞാനിപ്പം കൂട്ടല്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഈ എലിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഈ സംഭവത്തിനെ കുറച്ചുകൂടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഈ മുന്നേ ഉള്ള സീൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള രീതി, അതങ്ങനെ തന്നെ പ്ലാൻ ചെയ്യണം. അത് പിന്നെ ഒരു ക്രാഫ്റ്റ് അല്ലേ, സിനിമയുടെ ഒരു ക്രാഫ്റ്റ് അല്ലേ, അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. സിനിമയ്ക്ക് നമ്മൾ ഒരാൾ മരിക്കാൻ പോകുന്നതിന് മുമ്പേ അയാളായിട്ടുള്ളൊരു ഇഷ്ടം കൂട്ടിക്കൊണ്ടുവന്നാൽ അപ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കിട്ടുന്നത്. ഈ കോംബോകളുണ്ടല്ലോ, അപ്പോൾ ജയറാമേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, അതുപോലെ ഉർവശി ചേച്ചി, മീര ജാസ്മിൻ, ഈ അച്ഛൻ മകൻ, അമ്മ മകൾ ബന്ധം. അപ്പം ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു പിക്ക് ചെയ്യുന്നത് പോലും, കാരണം ഉർവശി ചേച്ചീൻ്റെ ഒരു കംബാക്ക് ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അതിൽ നമുക്ക് ട്രസ്റ്റ് ഇപ്പം ഉർവശി ചേച്ചി പറയുന്നുണ്ട് അച്ചുവിൻ്റെ അമ്മയിലെ കടുവേറ സീനൊക്കെ സത്യാനം ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടതാന്നുള്ളത്. അത്തരത്തിൽ ഇവരിൽ നമുക്കൊരു ട്രസ്റ്റിൻ്റെ പേരിൽ നമുക്ക് ബാക്കി അവർക്ക് എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റുന്നുണ്ട്. ആ കോംബോ വർക്കാവും, ഇതങ്ങ് കൊടുത്താൽ മതി എന്നുള്ള രീതിക്ക് ഒരു വിശ്വാസം കൂടെ വരുന്നുണ്ടോ? അങ്ങനെയൊന്നും വർക്കാവൊന്നുമില്ല. അങ്ങനെ വെറുതെ രണ്ടുപേരിട്ടാ വർക്കാവോ? ഇപ്പോൾ കടുവറ സീൻ എന്ന് പറയുന്ന ഒരു സീന് അങ്ങനെ ഇംപ്രൊവൈസ് വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്ന ഒരു സീൻ, അല്ലാതെ അത് എഴുതി അത് ചെയ്യാൻ പറ്റുന്ന ഒരു സീൻ അല്ല അത്, അങ്ങനത്തെ സീൻ. അതുപോലെ മീശമാധവൻ്റെ അകത്തുള്ള ഫസ്റ്റിലത്തെ ആ അറബി പറയുന്ന ആ സീന്, അതൊന്നും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡയലോഗ് എഴുതി കൊടുത്ത് അത് ബൈ ഹാർട്ട് പഠിച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് പുള്ളിക്ക് ടേക്കിൻ്റെ സമയത്ത് പെർഫോം ചെയ്യും. കാരണം ആ പറയേണ്ടത് അറബി അല്ല, അത് തമാശയായിട്ട് പറയേണ്ട ഒരു സാധനമാണ്. അത് പുള്ളിയുടെ ഒരു എക്സ്പെർട്ടീസാണ്. അത് പുള്ളി മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റിയതുകൊണ്ടാണ് ദിലീപ് അങ്ങനെ അതിൻ്റെ അത് ചെയ്യുന്നത്. അത് എഴുതി കൊടുക്കാൻ പറ്റില്ല. അത് ആർക്കും എഴുതി കൊടുക്കാൻ പറ്റിയത്? അത് എഴുതി കൊടുത്തിട്ട് നമുക്ക് ബൈ ഹാർട്ട് പഠിച്ച് പറയാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അതുപോലെയാണ് ഈ കടുവറ സീനും. അതുപോലെയുള്ള ചില ഒന്നോ രണ്ടോ സീനുകൾ ഉണ്ടാവും. അതിനെടുത്ത് വെച്ചുകൊണ്ട് നമ്മളിത് ഇവരെ അങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ആക്കിക്കോളും എന്ന് പറയുന്നത്, അങ്ങനെ എന്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമായി പോകും. അപ്പൊ അങ്ങനെ ഇതിലൊക്കെ ഡീറ്റെയിൽ സ്ക്രിപ്റ്റിംഗ് തന്നെ അപ്പൊ എല്ലാ സീനുകളുടെ കാര്യത്തിലും വരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലരിപ്പം ശ്രീൻ സാറിനൊക്കെ പറയാറുണ്ട് സ്പോട്ടിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സാറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ അങ്ങനെ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ കൃത്യമായി ഇതാണ് ഞാൻ എഴുതി വെച്ച് ഇതാണ്, അങ്ങനെയാണോ? അല്ല, മിക്കവാറും സ്ക്രിപ്റ്റൊക്കെ സ്പോട്ടിൽ തന്നെ എഴുതിയതാണ്, അല്ലാതെ നേരത്തെ എഴുതിയതൊന്നും അല്ല. അത് ആ ഷൂട്ട് ഓർഡറിലാണ് എഴുതിയത്. ഈ പറഞ്ഞ പോലെ സീൻ ഓർഡറിൽ ഡിറക്ഷൻ ചെയ്യുമ്പോൾ സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാറുമില്ല. അതിന്റെ യാതൊരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇപ്പം എന്താണ്? അങ്ങനെ ചെയ്യുന്ന ഒരാളാന്ന് കേട്ടിട്ടുണ്ട്. അതായത് പുള്ളി അതിൽ വേറെന്തോ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തെങ്കിലും പുള്ളി കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഭയങ്കരമായിട്ട് കോസ്റ്റ് കൂടും, വർക്കിന്റെ എഫേർട്ട് കൂടുതലാണ്. ഇപ്പോൾ ഒരു സീൻ തന്നെ ഒരു വൺ പെർട്ടിക്കുലർ സീൻ അത് ഓർഡറിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലും ചെയ്യാറുണ്ടായിരുന്നില്ല നേരത്തെ മലയാള സിനിമയിൽ. ആക്സിസ് വൈസ് ആയിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്യാമറ ഇവിടെ ആണെങ്കിൽ
ഈ ആംഗിളിൽ നിന്ന് എടുക്കാവുന്ന എല്ലാ ഷോട്ടും എടുത്തിട്ട് അപ്പുറത്തെ ആംഗിളിൽ പോയിട്ട് അപ്പുറത്തെ എല്ലാ ഷോട്ടുകളും എടുക്കുന്നു എന്ന് പറയുന്ന സാധനം ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല അല്ലേ? ഒന്നുമില്ലാതെ തന്നെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സീനിൻ്റെ അകത്തുള്ള ഇടയിലിടെ കാരണം വൈഡ് ഷോട്ടുകളൊക്കെ ആദ്യം എടുത്തിട്ട് ഓരോ ആർട്ടിസ്റ്റുകളെ പിന്നെ ക്ലോസപ്പ് എടുത്തിട്ട് ആർട്ടിസ്റ്റുകളെ പറഞ്ഞു വിടാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മീശ മാധവൻ എടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം. ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഇപ്പൊ ജയതി ചേട്ടനൊക്കെ ഒരേ സമയം ഒരുപാട് ചെയ്യുന്ന ഒരു സമയം കൂടി. അല്ല അങ്ങനെ അപ്പോഴല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് തമിഴിലൊക്കെ ഉള്ള വലിയ ഭയങ്കര കോമഡിയൻ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അയാൾ ക്ലോസപ്പ് മാത്രമേ അയാൾ അഭിനയിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഡ്യൂപ്പും ഇതുമാണ് വൈഡ്. പുള്ളി ക്ലോസപ്പിന് വേണ്ടി മാത്രം ക്ലോസ് മിഡ് ഫേസ് കാണുന്ന പരിപാടിക്ക് മാത്രമേ പുള്ളി വരുള്ളൂ. അപ്പോൾ പുള്ളി വരുന്ന സമയത്ത് അത് മുഴുവൻ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് മുഴുവൻ തീർത്തിട്ട് വിടണം. അങ്ങനെയായിരുന്നു ഇവിടെ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓർഡറിൽ സീൻ ഓർഡറിൽ തന്നെ സിനിമ ചെയ്ത് എനിക്ക് തോന്നുന്നത് മഹേഷിന്റെ പ്രതികാരത്തിന് ദിലീഷ് പോത്തനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അങ്ങനെ സീൻ ഓർഡറിൽ ചെയ്തത്. കേട്ടിട്ടുണ്ട്. അതുപോലെ ജോഷി സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ് പിന്നെ വരുന്നത്. പിന്നെ വേറൊരു രീതിയിലുള്ള സിനിമ അല്ലേ, ജോഷി സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിട്ടാണ്. നരന്റെ ആലോചന എങ്ങനെയാ? കാരണം നമുക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു പുഴ കൊണ്ടുവന്ന മകൻ അല്ലേ, ഒരു അമ്മ ഇമോഷൻ അവിടെ വരുന്നു. എങ്ങനെയാ കഥ ആലോചിക്കുന്നത്? എവിടെയും കേട്ടിട്ടില്ല തോന്നുന്നു. അതുകൊണ്ട് ജോഷി സാറ് നമ്മളെവിടെയും കണ്ടിട്ടില്ല. കഥ എങ്ങനെയാണ് ആലോചിക്കുന്നത് അത് ഓരോരോ സ്പാർക്കിൽ നമ്മൾ ഇരുന്ന് ജോഷി സാർ അതിലേക്ക് എൻ്റർ ചെയ്തത് കുറേ കഴിഞ്ഞിട്ടാണ്. ഏതാണ്ട് അത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയും മുന്നോട്ട് വരികയും ചെയ്തിരുന്ന ഒരു പ്രോജക്റ്റാണ്. അത് പിന്നീടാണ് അത് മാറി ജോഷി സാറിലേക്ക് കുറേ കഴിഞ്ഞിട്ടാണ്. അത് അച്ചുവിൻ്റെ അമ്മ ചെയ്യുന്നതിൻ്റെ മുമ്പാണ് അത് ഞാൻ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. പിന്നെ അത് ചില കാരണങ്ങൾ കൊണ്ട് പ്രൊഡ്യൂസേഴ്സും ലാലേട്ടനൊക്കെ ആയിട്ടുണ്ടായിരുന്ന ചില വിഷയങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ അത് നടക്കാതെ വരികയൊക്കെ ചെയ്ത് പിന്നീടാണ്. അപ്പോൾ അച്ചുവിൻ്റെ അമ്മ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ജോഷ് സാർ വന്നിട്ട് നമുക്കൊരു സിനിമ ചെയ്യണം, നമുക്ക് എപ്പോഴാണ് ചെയ്യുക, നമുക്ക് ഇത് കഴിഞ്ഞാൽ ചെയ്താലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചത്. അപ്പം അങ്ങനെയാണ് അത് ഉണ്ടായത്. ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ലാലേട്ടൻ ഡേറ്റ് തന്നാണ് ആ പടത്തിന്. അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഉത്സവം എന്ന് പറയുന്നത് നമ്മള് കോഴിക്കോടുള്ള തിരുവണ്ണൂരിൽ തിരുമുരുകൻ വന്ന് അവിടെ നടക്കുന്നൊരു ഇതാണ്. അതെങ്ങനെ ബ്ലെൻഡ് ചെയ്തേ? ഇത് നടക്കുന്ന ഒരു വേറെ മുള്ളംകൊല്ലി എന്നൊരു ഗ്രാമം അല്ല, തിരുവണ്ണൂർ ഞാൻ താമസിക്കുന്ന തിരുവണ്ണൂരായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ താമസിച്ചത് തിരുവണ്ണൂർ. ഇപ്പോഴും ഞാൻ മീൻചന്തയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ഉത്സവം നടക്കുന്ന ഈ അമ്പലം. അപ്പൊ അത് കുട്ടിക്കാലത്ത് കണ്ട ഒരു ഓർമ്മേനെ അതിന്റെ ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്തത് അങ്ങനെയാണ് അല്ലെ. ഈ അമ്മപ്പുഴയുടെ പൈതലായി അല്ലെ, ആ അമ്മ കുട്ടി വന്നു എന്നൊക്കെ പറയുന്ന ഒരു ഫസ്റ്റ് ഇങ്ങനെ പുഴയെന്നൊരു കുട്ടി അല്ലെ തടി പിടിക്കാൻ പോകുന്നവൻ എന്ന് പറയുന്നത് എങ്ങനെയാ ആലോചിക്കുന്നത്? കാരണം അത് ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സാധനമാണ്. എന്തെങ്കിലും ഒരു ഇതിന്ന് വന്നതാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല. ഓരോരോ തോട്ട് ഓരോരോ സമയത്ത് വരുന്നതല്ലേ. ഇപ്പോൾ നരനിലെ പാട്ടുകൾ അതുപോലെ ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ് ആണ്. ഈ പാട്ടുകളെ കുറിച്ചും ഈ വേൽമുരുകനാണെങ്കിലും അല്ലെ ഓ നരൻ എന്നുള്ളതൊക്കെ ആണെങ്കിലും മേക്കിംഗ് സമയത്ത് തന്നെ അതിന് ഒരു കൃത്യമായിട്ട് പാട്ടുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നായിരുന്നു. ഇതിന് ഒരു ഇമ്പാക്റ്റ് കൂട്ടണം ഈ പാട്ടുകൾ കൊണ്ട് എന്നുള്ളത്? അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പാട്ടുകളുടെ പ്ലേസ്മെന്റ് നമ്മൾ കൊടുത്തിട്ട് തന്നെയാണല്ലോ സ്ക്രീൻ പ്ലേ എഴുതുന്നത്. എല്ലാ രീതിയിലും അതിലെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രാധാന്യം. അതുവരെ ഇപ്പം ഞാൻ ചെയ്തിരുന്ന എല്ലാ പടങ്ങളുടെ അകത്തും ഗിരീഷ് പുത്തഞ്ചേരി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന പാട്ട്. ഇതിൽ കൈതപ്രാണ് ഇതിൻ്റെ അകത്ത് പാട്ട് എഴുതി. അത് ഈ ശൂരംപടയുടെ ചെമ്പട കൊട്ടി എന്നുള്ള പാട്ട് അതിൽ വരുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കൈതപ്രത്തിനെ ചിന്തിച്ചിരുന്നത്. ഇവൻ ജോഷി സാറിന് വേണ്ടിയിട്ടും പാട്ട് എഴുതിക്കൊണ്ടിരുന്നത് ഗിരീഷ് പുത്തഞ്ചേരി തന്നെയായിരുന്നു. കൈതപ്ര ആദ്യമായിട്ട് ജോഷി സാറിന് വേണ്ടി എഴുതിയത്, എൻ്റെ ഇതിലും എഴുതിയതും ഒക്കെ ആദ്യമായിട്ടാണ് അവിടെ. അപ്പോൾ പുള്ളി തിരുവണ്ണൂരാണ്. അപ്പോൾ പുള്ളിക്ക് അത് അറിയാവുന്നത് കൊണ്ടും അതിൻ്റെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പുള്ളി ആയിക്കോട്ടെ എന്നുള്ളത് ആലോചിച്ചിരുന്നത്. ഇതുപോലെ തന്നെ സ്വന്തം ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയായാലും ആദ്യമായി സ്ക്രിപ്റ്റ് ചെയ്യുന്ന സിനിമയായാലും ട്വിൻസാണ് നായകൻ. ഇവിടെ ലാൽ സാറും ട്വിൻസ് ആയിട്ടാണ് ഫോട്ടോഗ്രാഫറിലും വരുന്നത് അല്ലേ. രണ്ട് സിനിമകൾ എങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചാണ്? ആദ്യത്തെ സംവിധാനം, ആദ്യത്തെ സ്ക്രിപ്റ്റും ട്വിൻസ്. അത് യാദൃശ്ചികമായി സംഭവിച്ചാൽ ഞാൻ സത്യത്തിൽ അങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുന്ന സമയത്താണ് ഈ സിനിമകളെ പറ്റിയൊക്കെ ആലോചിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അതിനെ പറ്റിയൊന്നും ഓർക്കുന്നില്ല. ഞാനതിനങ്ങനെ ഞാൻ അത്ര വലിയ ഫാനും അല്ല ആ സിനിമകളുടെ ഒന്നും. ഞാൻ പിന്നീട് അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പം അന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് ഒരു തവണ ആ തിയേറ്ററിൽ പോയി കണ്ടു എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ ഞാൻ മീശ മാധവനൊന്നും ഞാൻ ടി വിയിലൊന്നും അത് കണ്ടിട്ടില്ല, ഇപ്പോഴും കാണാറുമില്ല. എനിക്കൊന്ന് മലയാളി ഏറ്റവും റിപ്പീറ്റ് കണ്ട കുറേ സിനിമകളാണ് ഈ പറയുന്നത്. അതെ, ഞാൻ കാണാറില്ല. ഞാൻ അങ്ങനെ സിനിമ കണ്ടിട്ടില്ല. പിന്നെ അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടതെന്നല്ലാതെ പിന്നെ ഞാൻ ഇരുന്നിട്ട് കണ്ടിട്ടില്ല. ഒരു സിനിമയും കണ്ടിട്ടില്ല. ഓ ബേബി ആയാലും കണ്ടിട്ടില്ല. ഡയറക്റ്റ് ചെയ്യാൻ നരനും ഒക്കെ വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോഗ്രാഫറിലേക്ക് അങ്ങനെ ഒരു കഥ മുത്തങ്ങ സംഭവമൊക്കെ ആയി ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെ. അതിലേക്ക് എത്തിപ്പെട്ട എങ്ങനെ? ഇതാണ് ഫസ്റ്റ്
ഡയറക്ഷൻ എന്നുള്ള രീതിയിലേക്ക്? ഫസ്റ്റ് ഡയറക്ഷൻ എന്നുള്ള രീതിക്ക് അതായിരുന്നല്ലോ ശരിക്കും. അതല്ല, ഞാൻ മഴ വരെ പോകുന്നു എന്നുള്ളൊരു പടം തമിഴിൽ അവിടുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെത്തിയത്. നരൻ എന്നുള്ള സിനിമ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് നടക്കാതെ വേറെ രീതിയിൽ അത് നടന്നു. പിന്നീടാണല്ലോ പടം. അപ്പൊ അതുകൊണ്ട് അത് ആദ്യത്തെ സിനിമ ആവണമെന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്തതൊന്നുമല്ല. മുന്നേ ഈ മുത്തങ്ങ സംഭവത്തിന് ശേഷം ഇത് ആലോചനയിൽ വന്നത്? മുത്തങ്ങ സംഭവം എനിക്ക് തോന്നുന്നു മുത്തങ്ങ സംഭവത്തിന് ശേഷം തന്നെയാണ് നരനൊക്കെ. അപ്പൊ അതിന്റെ എന്താ സംഭവം വെച്ചാൽ ഞാനത് ഇങ്ങനെ ഒരു സംഭവം മുത്തങ്ങ സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടക്കുന്ന ഒരു കാര്യമാണത്. വയനാട്ടിലാണ് ഇത് നടക്കുന്നത്. എനിക്ക് ഒരുപാട് പരിചയമുള്ള ആളുകൾ, ഞാൻ ആ ഒരു സെറ്റിൽമെൻറ്റ്, അവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനും യാത്ര ചെയ്ത് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് അവിടെ മുട്ടിൽ പീക്കിൽ അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എസ്റ്റേറ്റിൽ ഞാൻ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെ മുകളിൽ ചോല നായ്ക്കരുടെ കോളനി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കേറ്റൊക്കെ ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. ആ സമരത്തിൻ്റെ സമയത്തും ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് അതിൽ ആശ്ചര്യകരമായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ലോകത്ത് എവിടെയും തന്നെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും. അതായത് സ്വന്തം ട്രൈബ്സിൻ്റെ നേരെ ഒരു ഗവൺമെൻറ് വെടിവെക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്ത് എവിടെയും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇത് ചൈനയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ടിയാൻമെൻ സ്ക്വയറിൽ നടന്നതിനേക്കാൾ ഭീകരമായ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതുപോലെ തന്നെ ഭീകരമായ ഒരു കാര്യമാണത്. ഇപ്പോൾ ടിയാൻമെൻ സ്ക്വയറിനെ പറ്റിയിട്ടുള്ള എവിടെയും നോക്കിയാൽ കാണില്ലല്ലോ, എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞില്ലേ. അതേപോലെ തന്നെ മുത്തങ്ങയുടെ സംഭവം വേറെ എവിടെ നോക്കിയാൽ കാണും. അന്നത്തെ പഴയ പത്രങ്ങളിൽ വന്നതല്ല, അതൊന്നും പബ്ലിക്കിൽ നമുക്ക് കിട്ടാനില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു എന്നുള്ളത് തന്നെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു കലാരൂപത്തിനകത്തൊരു നോവലിലോ അല്ലെങ്കിൽ ഒരു കവിതയിലോ കഥയിലോ അവിടെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്താലേ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള കാര്യം ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട് കിടക്കുള്ളൂ. അങ്ങനെ അത് ഹിസ്റ്റോറിക്കലി അതിനെ ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അത് കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നടന്നൊരു കാര്യമായതുകൊണ്ടും വേറെ ആരും അത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും എനിക്കത് ചെയ്യണമെന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അത് അതിലും ജോൺസൺ മാഷ് ഇവിടെ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്തത് അല്ലേ? പുള്ളിയെ ഇതിലേക്ക് മുന്നേ ഇപ്പം വിദ്യാസാഗർ സാറും ഇവരൊക്കെ ആയിട്ടാണ് മുന്നത്തെ സിനിമകൾ, സ്ക്രിപ്റ്റ് ചെയ്ത സിനിമകളൊക്കെ വന്നത്. എങ്ങനെയായിരുന്നു ജോൺസൺ മാഷ് അതിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊളാബ് ആലോചിക്കുന്നത്? ഇപ്പോൾ ജോൺസൺ മാഷ് അതിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ജോൺസൺ മാഷ് ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു, കുറച്ചാലായിട്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനതൊന്നും അറിയുന്നുമില്ല. എനിക്ക് അങ്ങനെ വലിയൊരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് പ്രശ്നമാണ്, അസുഖമാണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തിരുമേനി കൈതപ്രത്തിൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്, നമുക്ക് ജോൺസൺ മാഷ വെച്ചാലോ, മ്യൂസിക് നന്നായിരിക്കും എന്നേ പുള്ളി പറഞ്ഞിട്ടില്ല. അല്ലാതെ പുള്ളി ഇപ്പോൾ അസുഖമാണ്, പുള്ളി ചെയ്യൂല എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളി ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്. ഞാൻ അപ്രോച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് പുള്ളി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന കാര്യമൊക്കെ, പുള്ളിക്ക് എന്തോ അസുഖമാണ്, അങ്ങനെ ചെയ്യാത്തതാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഞാനതിങ്ങനെ ത്രൂ ഔട്ട് പോയിട്ട് കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. എന്തിനു വേണ്ടിയാണ് ഞാനതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ. അത് എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഡ്രൈവാണത്. അപ്പോൾ അതിപ്പോൾ ജോൺസൺ മാഷ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ മ്യൂസിക് ഡയറക്ടർ. എത്ര മ്യൂസിക് ഡയറക്ടർമാരുണ്ട്, എത്ര നല്ല നല്ല മ്യൂസിക് ഡയറക്ടർമാരുണ്ട്. പക്ഷെ നമുക്ക് ആ സിനിമയ്ക്ക് ജോൺസൺ മാഷ് തന്നെ വേണമെന്ന് തോന്നിപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്നില്ല എന്ന് എത്രയോ തവണ പറഞ്ഞപ്പോഴും അതിൻ്റെ പിന്നാലെ തന്നെ പോയി നിർബന്ധിച്ച് പുള്ളിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് അറിയില്ല. അത് അപ്പോൾ അങ്ങനെയാണല്ലോ ഓരോരോ സിനിമയ്ക്കും. നമ്മളിപ്പോൾ രക്ഷാധികാരി വഹിച്ചപ്പോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് ചെയ്യണ്ട എന്ന് പറയുന്ന ആൾക്കാരൊന്നും മോശക്കാരൊന്നും അല്ല. അത്യാവശ്യം നല്ല ബോധവും വിവരമുള്ള ആൾക്കാർ തന്നെയാണ്, നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴും നമ്മുടെ ഉള്ളിൽ നല്ല ഇത് ചെയ്യണം എന്ന് തോന്നിപ്പിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന വേറെ എന്തോ ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് നമ്മൾ ആ റിസൾട്ടിൽ എത്തിക്കുന്നത്. ഇപ്പൊ ഇതിപ്പോ ഓ ബേബി സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പ്രാക്ടിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും തൊടൂല, ഏരിയ പിടിക്കൂല. കാര്യം എന്ന് വെച്ചാൽ ഔട്ട്ഡോർ യൂണിറ്റ് പോകില്ല, ലൈറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് നിൽക്കണം. അത് ഭയങ്കര ടഫാണ്. അട്ട ഉണ്ടാവും, പാമ്പുണ്ടാവും, ഈ റിസ്കുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അയ്യോ ഇതിപ്പോൾ വേണോ, ഇതിൻ്റെ മുകളിൽ പിടിക്കണോ, വേറെ എന്തെങ്കിലും നോക്കിയാൽ പോരെ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയില്ല, ഏതോ ഒരു അജ്ഞാത ശക്തി വന്നിട്ട് നമ്മളെ അത് ചെയ്യിപ്പിക്കുകയാണ്. അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫറിന് ശേഷവും വിവാദങ്ങൾ ഒടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? പല രീതിയിൽ അതിങ്ങനെ ആ കുട്ടിയെ സംബന്ധിച്ചും അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. അല്ല, ഫോട്ടോഗ്രാഫറിൻ്റെ അകത്ത് ഇപ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ച് ഞാൻ അതായത് ആ ഒരു ട്രൈബൽ കാസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പലരും പറഞ്ഞാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഞങ്ങളിതിന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ കേരളത്തിലുള്ള ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ ട്രൈബൽ സെറ്റിൽമെൻറ്റ്സിലും ഞാൻ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കൊരാളെ കിട്ടിയില്ല, ഒരു കുട്ടിയെ കിട്ടിയില്ല. അപ്പോൾ ഇത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ പയ്യനെ കണ്ടെത്തുന്നത്. അപ്പോൾ അവനന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കടാന്ന് പറഞ്ഞപ്പോൾ ഒന്നും നിൽക്കാത്ത ആളാണ്, അവൻ ഓടിപ്പോയി കളഞ്ഞ്. അങ്ങനെ അവൻ്റെ ഒരു കസിൻ ഉണ്ട് വേറെ, ഞാൻ അവൻ്റെ പിന്നാലെ പോയി ആ കസിൻ്റെയും കൂടെ വെച്ച് അവർ രണ്ടുപേരും കൂടെ നിന്നിട്ടാണ് അവനൊരു ഫോട്ടോയ്ക്ക് തന്നെ സമ്മതിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള ഈ ഫോട്ടോ ആണ് അവനും അവൻ്റെ കസിനും ഒരു ചെറിയൊരു പെൺകുട്ടിയുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു ഫോട്ടോ ആണ് ഞാൻ ലാലേട്ടനെ ഇവരെ കാണിക്കുന്നത്, ഇവൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അവൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുവോ അവൻ അഭിനയിക്കുകയോ ഒന്നും നമുക്കറിയില്ല.
അതൊരു എക്സ്ട്രീം റിസ്ക് ആണ്. ആ റിസ്കിൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് അത് നടക്കും, അത് ചെയ്യും എന്ന് പറയുന്ന ഒരു വിശ്വാസവും അതിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് അത് കൺവിൻസ് ആവണമെന്നില്ല. കാരണം ക്യാമറ പോലും കണ്ടിട്ടില്ലാത്ത, സിനിമ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു താരത്തിൻ്റെ കോമ്പിനേഷനിൽ ചെയ്യാണ്. ഇപ്പോൾ 2 ദിവസം ചെയ്തത് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഉപദേശങ്ങൾ തരും. വേണ്ട, ഇങ്ങനത്തെ പണിക്ക് നിൽക്കണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാലോ. ആ ക്യാരക്ടറിനെ നമുക്ക് ഒരു കറുത്ത കളറല്ലേ അതിൻ്റെ അകത്ത് വിഷയമുള്ളൂ. അപ്പോൾ ഒരു ബ്ലാക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരെ നമുക്ക് വെക്കാം. അപ്പോൾ ബിരുദനഗറിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അവർ സിനിമയിൽ അഭിനയിച്ച് പരിചയമുള്ള ആൾക്കാരുണ്ട്, അവരെ വെക്കാം എന്നൊക്കെ ലാലേട്ടനടക്കമുള്ള ആൾക്കാർ അതിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള. പക്ഷേ ആ സിനിമ യഥാർത്ഥത്തിൽ അവന് വേണ്ടിയുള്ള സിനിമ ആയതുകൊണ്ട് എനിക്ക് അത് ഒരു ട്രൈബൽ ബോയ് തന്നെ വേണം അത് ചെയ്യാന്നുള്ളത്. അതും ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഞാനത് അങ്ങനെ വാശി പിടിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാനതിലേക്ക് പോകുന്നുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്കതല്ലാതെ പറ്റില്ല. അവർ അത് വേണം. അപ്പം അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ ലാലേട്ടനായാലും ആരായാലും അത് നമുക്ക് ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ച് പരിചയമുള്ള ഒരു കുട്ടി എടുത്താൽ പോരെ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അവർ പറയുന്നത് 100% ശരിയാണ്. പക്ഷെ നമുക്ക് കിട്ടാത്തത് എന്താണ്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള, അതിൻ്റെ ഒരു സത്യസന്ധമായ അവസ്ഥയിലുള്ള, ആ ഓർഗാനിക് അവസ്ഥയിലുള്ള ആ ഒരു കാര്യം നമുക്ക് കിട്ടില്ല. ഇതില് വേറെ ഉണ്ടായിരുന്നത് ലാലേട്ടനുമായി സംബന്ധിച്ച ആ കുട്ടിയുടെ പിന്നീടുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞ് എന്താ സഹായം ഉണ്ടായോ എന്നൊക്കെ പറഞ്ഞ ഓരോ ചോദ്യങ്ങളൊക്കെ വരുന്ന ഇതുണ്ടായി. ഇവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചോ എന്നൊക്കെ പറഞ്ഞുള്ള ഇതൊക്കെ അതിലൊന്നും വലിയൊരു അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പൊ ലാലേട്ടൻ എത്ര പേരുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യം നോക്കി അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി ചെയ്യാനെന്നുള്ള ഒരു സംവിധാനം തന്നെ പുള്ളിക്കില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം പുള്ളി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം പുള്ളി പറ്റുന്ന രീതിയിൽ ചെയ്യുമായിരിക്കും. അല്ലാതെ പോയി അന്വേഷിച്ചു സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് പോയിട്ട് ഇതൊക്കെ സൊസൈറ്റിയുടെ ഇത് ഈ ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കുന്ന സൊസൈറ്റി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ടല്ലാതെ വേറെ എന്താ ഇത്? ഞാൻ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടൊരു അതിനുവേണ്ടിയുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സിനിമ എടുത്തു. അതിൻ്റെ അകത്ത് ലാലേട്ടൻ വന്ന് സഹകരിച്ചു, അതിൽ അഭിനയിച്ചു. അതിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. നല്ല വഴുക്കലുള്ള പാറേൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് കയറിയിട്ടൊക്കെ വന്ന ലൊക്കേഷൻസിലൊക്കെ വന്ന് പുള്ളി അഭിനയിച്ചു, അതിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്തു. ഈ വിമർശിക്കുന്ന ആൾക്കാർ എന്താ ചെയ്തേ? അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്യാതെ ഒരു സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു അകത്തിരുന്നിട്ട് പുറത്ത് മുഖം പോലും കാണിക്കാൻ ഇല്ലാത്ത ഒരു ഫേക്ക് ഐഡിക്ക് അകത്തിരുന്നുകൊണ്ടാണല്ലോ ഇവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരെയൊക്കെ ആരും മുഖവിലേക്ക് എടുക്കുന്നത്? അതൊന്നും കാര്യമില്ല. അത് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കും. അല്ലാത്തവർ എന്ത് വേണേൽ പറഞ്ഞോട്ടെ. ബുദ്ധി വിവരമില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും പറയുന്നതിന് നമ്മളെല്ലാത്തിനോടും നമുക്ക് പോയി റിയാക്ട് ചെയ്യേണ്ട കാര്യം റിയാക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ മഹാഭൂരിപക്ഷം അങ്ങനെയാണ്. കാരണം അവരൊന്നും ചെയ്യൊന്നുമില്ല. ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര കുറ്റങ്ങളുമായിരിക്കും. രക്ഷാധികാരിയിൽ ബിജു ചേട്ടൻ്റെ ഒരു ക്രിക്കറ്റ് പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വളരെ കുറച്ചു കാലം മുമ്പ് സഞ്ജു ഇട്ട പോസ്റ്റിലാണ്. ഞാനും സത്യത്തിൽ അപ്പോഴാണ് അറിഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു പുള്ളി ക്രിക്കറ്ററാണെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. ഇതിന്റെ സമയത്ത് ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല. ഇല്ല, പുള്ളി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം കണ്ടിട്ടേ ഇല്ല. അത് പുള്ളി ശരിക്കും പുള്ളി അഭിനയിക്കും. അപ്പൊ ഞാൻ ഇത് കണ്ട സമയത്ത് ഈ സഞ്ജുവിന്റെ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞ ഞാൻ വിചാരിച്ചു അത് ഞാൻ ആദ്യം വിചാരിച്ചു സഞ്ജു പോസ്റ്റ് ചെയ്തായതുകൊണ്ട് അല്ല. ഞാൻ വിചാരിച്ചതോ മറ്റേ ഇത് ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടതായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഒരു ക്രിക്കറ്റ് ഫിലിം പുള്ളി ചെയ്തിട്ടുണ്ട്, മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയ്ക്ക് വേണ്ടി ഇവർ ചെയ്ത എന്തോ ID കാർഡ് എന്തോ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ ബിജുവിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇല്ല ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, മറ്റേത് അഭിനയമല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു അത്. സ്ക്രിപ്റ്റായിട്ട് പഴയ കോമ്പിനേഷനിൽ എന്തെങ്കിലും ആലോചനകളുണ്ടോ? സത്യൻ സാറോ ലാൽജോ സാറോ ജോഷി സാറോ? അതിനാ പഴയ കോമ്പിനേഷൻ തന്നെ വേണമെന്നുണ്ടോ? പുതിയ കോമ്പിനേഷൻ ഈ പറഞ്ഞ ഒരു ആൾക്കാർ ഇങ്ങനെയാണല്ലോ, നമുക്ക് ആ പഴയ ആളുകളെ വീണ്ടും കാണുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അല്ലാതെ എത്ര പേർക്ക് ഉണ്ടാവും അങ്ങനെ? അല്ല എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുക. അങ്ങനെ ചർച്ചകൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് വീണ്ടും ചെയ്യാം എന്നുള്ള അതാണല്ലോ ഒരു സാധാരണ ഉണ്ടാവാറ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമൊക്കെ. ഇല്ല, തൽക്കാലം നിലവിൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ജോഷ് സാറായിട്ടൊരു സിനിമ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരവും ആലോചനകളൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ഷൻ പ്ലാനുകൾ അതുകൊണ്ട് ഞാൻ മമ്മൂക്ക വെച്ചൊരു പടം ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ ആലോചിച്ചത്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും.